ഓക്കെ, ഇൻ്റഗ്രൽസ് പാർട്ട് 20. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ്റഗ്രൽ ഇതെനിക്ക് വന്ന് ഇവിടെ കിങ്സ് റൂൾ എന്നൊന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏതാ കിങ്സ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ? കിങ്സ് റൂൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലെ പ്രോപ്പർട്ടി നമ്പർ 4. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര പോലത്തെ എക്സ്പ്രഷൻ തന്നിട്ട് sin raised to 3/2x ഡിവൈഡ് ബൈ sin raised to 3/2x പ്ലസ് cos raised to 3/2x dx. നമുക്കിത് കിങ്സ് റൂൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ i = 0 to π/2 sin raised to 3/2 i ക്വസ്റ്റിന് അതേപോലെ തന്നിട്ടുണ്ട് dx. നമ്മളൊരു കാര്യം ചെയ്ത് ഈ പറഞ്ഞ എക്സിന് പകരം ഈ ലിമിറ്റ് -x, അപ്പോൾ എന്താ അപ്പർ ലിമിറ്റ് -x, ഇൻ്റഗ്രൽ 0 to π/2 sin raised to 3/2 എന്താണ്, അതായത് ഈ അപ്പർ ലിമിറ്റ് -x, അപ്പോൾ π/2 -x, അതേപോലെ ഇവിടെയും π/2 -x, ഇവിടെയും π/2 -x. ഇതാണ് ആക്ച്വലി നമ്മളെ എന്താണ് കിങ്സ് റൂൾ ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to f of x dx = 0 to a f of a - x. നമുക്ക് എക്സിന് പകരം എന്ത് എഴുതാം? a - x. ഇതെന്തിനാ ഇങ്ങനെ എഴുതുന്നത്? ഇതിപ്പോൾ എന്തായി മാറും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ π/2 - x എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ ഇത് ഈ വാല്യൂ മാറും. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇത് സൈൻ റേസ്റ്റ്, അതായത് സൈന് 90 - θ = എന്താണ്? cos θ നമുക്കറിയാം. അതേപോലെ കോസു എന്താണ് ഈ പറഞ്ഞ cos 90 - θ = sin θ. ഇത് രണ്ടും നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ആംഗിൾ എന്തും ആയിക്കോട്ടെ, അല്ല ആംഗിൾ നല്ല പവർ എന്തും ആയിക്കോട്ടെ, ഇത് എന്താണ് ഈ സാധനം π/2 - θ ആണെങ്കിൽ എന്തായാലും അത് cos θ. അപ്പോൾ cos raised to 3/2x ഡിവൈഡ് ബൈ ഇത് എന്തായി മാറും? cos raised to 3/2x. പിന്നെ ഇത് ഈ കോസ് എന്നുള്ളത് എന്തായി മാറും? sin raised to 3/2x. ഇനി എന്ത് ചെയ്യുക? ഇതാ ഇവിടെ sin π/2 - x = cos x, cos π/2 - x എന്നുള്ള sin x കൊടുത്തിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് ഈ പറഞ്ഞത് ഇക്വേഷൻ നമ്പർ 1. വി ആഡ് ഇക്വേഷൻ നമ്പർ 1 and 2. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡും ആഡ് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ i ഉണ്ട്, ഇവിടെയും i എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ i + i എത്ര? 2i = ഇൻ്റഗ്രൽ 0 to π/2 എന്താ ഈ പറഞ്ഞാൽ നമുക്ക് ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഡിനോമിനേറ്റർ സെയിം. നിങ്ങൾ നോക്ക്, sin raised to 3/2 x പ്ലസ് cos raised to 3/2x, ഇവിടെയും എന്താണ് sin raised to 3/2x പ്ലസ് cos raised to 3/2x, cos raised to 3/2 x. അപ്പോൾ എന്താ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ a/b പ്ലസ് c/b = ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ a + c/b എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് എഴുതിക്കൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ sin raised to 3/2x പ്ലസ് എന്താണ് ഈ പറഞ്ഞ cos raised to 3/2x. ഇവിടെ ഇത് നോക്ക്, ഇത് രണ്ടും സെയിം ടേംസ് അല്ലേ, ക്യാൻസൽ ആയി പോയി. അപ്പോൾ ആൻസർ വളരെ സിമ്പിളായിട്ട് ഇൻ്റഗ്രൽ 0 to π/2 1 dx നമുക്കറിയാം. ഇൻ്റഗ്രൽ dx എന്നാണ് x, ഇത് ലിമിറ്റ്സ് π/2 to 0. അപ്പോൾ എന്താ π/2, എക്സിന് π/2 മൈനസ് എന്താ 0. അപ്പോൾ എന്താ π/2 എന്ന് കിട്ടി. അപ്പോൾ π/2 ആണ് ആൻസർ അല്ല, ഇവിടെ 2i അല്ല, ഇത് 2i = π/2. ഇനി എന്ത് ചെയ്യുക? i കിട്ടണമെങ്കിൽ 2നെ താഴെ പറഞ്ഞേക്കും. അപ്പോൾ i = 2 × 2 എന്ന് പറയുന്നത് 4, π/4. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റൻസിൻ്റെ ആൻസർ എപ്പോഴും പൈ/4 ആയിരുന്നു. അതൊരു ചില എനിക്ക് അറിയുന്ന ട്രിക്കാണ്. കാരണം കിങ്സ് റൂളിൽ മിക്കവാറും ഇങ്ങനത്തെ ട്രിഗ്നോമെട്രിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റൻസ് എല്ലാം ചെയ്യുമ്പോൾ ഫൈനലി ആൻസർ എന്താണ് ഇങ്ങനെ 5/4 തന്നെ പൊതുവെ വരില്ല ട്രിഗ്നോമെട്രീൻ്റെ കേസിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റൻസ് ചെയ്യുക. എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കിങ്സ് റൂൾ വെച്ചിട്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നിയ പവറിലുള്ള ഫംഗ്ഷൻ എളുപ്പത്തിൽ എന്ത് ചെയ്യുക? ആൻസർ 5/4 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടി. അപ്പോൾ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് സെഷൻ.